Hi students, welcome to this session. KTU-B.Tech 4th സെമസ്റ്ററിൽ എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അതിലെ 8th സെഷൻ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവര് അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ മോഡ്യൂൾ 4 ആണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. ഓക്കെ, ദി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്. ദി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു പാർലമെന്റ് എന്നൊക്കെ പറയുമ്പം അത് ഒരാളെ അല്ല നമ്മൾ തീരുമാനിക്കുന്നത്. പ്രസിഡന്റും ലോക്സഭയും രാജ്യസഭയും എല്ലാം ചേർന്നാണ് നമുക്കൊരു പാർലമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഗവർണർ ഉണ്ട്, ചീഫ് മിനിസ്റ്റർ ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ട്, അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ് ഉണ്ട്. ഇത്രയും ചേർന്നതാണ് നമുക്കൊരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയാൻ പോകുന്നത്. അപ്പം ഈ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഉള്ളത്? ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പഠിക്കുന്നത് ഗവർണർ. അല്ലെ, നമുക്കെല്ലാം അറിയാം ഗവർണർ ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അല്ലെ. ഈ ഗവർണറിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെ. ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. There is no bar on reappointment of a governor either in the same state or in the different state. അതായത് നമുക്ക് നമ്മുടെ ഒരു സ്റ്റേറ്റിലെ ഗവർണർ അവിടെ തന്നെ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു മലയാളി ഗവർണറെ തന്നെ വേണം എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഗവർണർ എവിടെ വേണമെങ്കിലും ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും നമുക്കൊരു ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആ അപ്പോയിന്റ് ചെയ്യണമെങ്കിലുള്ള ക്വാളിഫിക്കേഷൻസ് എന്തായിരിക്കാം? നമുക്കറിയാം, നമ്മൾ ഇത്രയും നാളും ക്വാളിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞതിൽ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഹി ഓർ ഷീ മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെ. അത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ഇത്രയും കുറെ ക്വാളിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. അറ്റോർണി ജനറൽ ആയാലും അതുപോലെ എല്ലാ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞതിലും നമുക്ക് ഫസ്റ്റ് വൺ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഹി ഓർ ഷീ മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെ. പിന്നെ ഏജ് പറയുന്നുണ്ട് അല്ലെ. He or she should be at least 35 years. He or she cannot hold any office of profit during his tenure. അപ്പം ഇത് മൂന്നുമാണ് നമുക്ക് ക്വാളിഫിക്കേഷൻ ഓഫ് എ ഗവർണർ എന്നുള്ള രീതിയിൽ പറയണത്. ഇനി ഗവർണർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഏത് ടേം ഓഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 5 ഇയേഴ്സിലേക്കാണ് നമ്മൾ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ബട്ട് നോർമലി ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് ദി സ്ട്രക്ചർ ഓഫ് ദ ഗവർണർ പ്ലഷർ ബൈ ദ പ്രസിഡന്റ്. ഒരു പ്രസിഡന്റ് പറയുന്ന അത്രയും നാള് അല്ലെ, നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ സ്ട്രക്ചർ അനുസരിച്ച് വരെ നമുക്ക് നിൽക്കാം. മെയിൻലി 5 ഇയേഴ്സ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ നേരത്തെ തന്നെ he or she may resign before the expiry of the term or may be removed by the president earlier. അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള എല്ലാ അധികാരം ആർക്കാ ഉള്ളത്? പ്രസിഡന്റിനാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇതെല്ലാമാണ് നമ്മുടെ ഗവർണറിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഗവർണറിനെ റിമൂവ് ചെയ്യണമെങ്കിൽ പ്രസിഡന്റിന് ആരുടെ അഡ്വൈസിലാണ് നമ്മൾ ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പഠിക്കുന്ന ഏതാണ്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആണ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഗവർണർ ഉണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഗവർണർ ആണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് പോയിന്റ്. ഓരോ സ്റ്റേറ്റിനും ഗവർണർ ഉണ്ട്. ആ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് 35 ഇയേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ കനോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ഹിസ് ടെന്യൂർ ആണ് അല്ലെ. പിന്നെ അപ്പോയിന്റ് ചെയ്യുന്ന ടേം ഓഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻലി 5 ഇയേഴ്സ് ആണ്. പിന്നെ റിമൂവ് ചെയ്യാനും പറ്റും അല്ലെ. റിമൂവ് ചെയ്യാൻ എക്സ്പയറി ടേമിന് മുമ്പ് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത് ആർക്കായിരുന്നു? പ്രസിഡന്റിനാണ്, ബൈ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഗവർണർ. ഗവർണറിന് എന്തൊക്കെ പവർ, എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മളിപ്പോ കുറെ, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഇത് ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സുകളെല്ലാം കണ്ടവരാണെ മനസ്സിലാകും. നമ്മൾ ഓരോരുത്തരുടെയും പവർ പറയുമ്പോൾ അല്ലെ, ഓരോരുത്തരുടെയും പവർ പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് പവർ മിക്കവാറും തന്നെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആണ്. പിന്നുള്ളത് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, ഫിനാൻഷ്യൽ പവർ. ഈ എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പ്രസിഡന്റിന്റെ ഒക്കെ പറഞ്ഞു അല്ലെ, പ്രസിഡന്റും പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു. അവരുടെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷന്റെ അകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് എക്സിക്യൂട്ടീവ് പവേഴ്സ് ആണ്. എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും അപ്പോയിന്റ് ചെയ്യാനുള്ള പവേഴ്സിനെ നമ്മൾ എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ ഗവർണറിനുണ്ട്? ചീഫ് മിനിസ്റ്റർ, അതർ മിനിസ്റ്റേഴ്സ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് എ സ്റ്റേറ്റ്,
സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, ദ ചെയർമാൻ, മെമ്പർ ഓഫ് ദി സ്റ്റേറ്റ് PSC, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും അപ്പോയിന്റ് ചെയ്യാനുള്ള പവേഴ്സ് ആർക്കാ ഉള്ളത്? ഗവർണറിനാണ് ഉള്ളത്. അടുത്തത് എന്താണ്? ലെജിസ്ലേറ്റീവ് പവർ. ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ അഡ്രസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് കുറച്ച് മെമ്പേഴ്സിനെ നമ്മൾ നോമിനേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതില് 1/6 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ആർക്കാ ഉള്ളത്? നമ്മുടെ ഗവർണറിനുള്ളത്. അപ്പൊ അത് ഏതാ? പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഏതിലാ? ലിറ്ററേച്ചർ, സയൻസ്, ആർട്ട്, ഇതിലെല്ലാത്തിനും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള കുറച്ച് ആൾക്കാരെ 1/6 മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ ആർക്കാ ഉള്ളത്? ഗവർണറിനുള്ളത്. അടുത്തത് ഫിനാൻഷ്യൽ പവർ. ഫിനാൻഷ്യൽ പവർ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ അല്ലെ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് സ്റ്റേറ്റ് ബഡ്ജറ്റ് വെക്കുന്നത് ആരാണ്? നമ്മുടെ ഗവർണറിന് മുമ്പിലാണ് വെക്കുന്നത്. ഹി ക്യാൻ മേക്ക് എനി ചേഞ്ചസ് ഇൻ ദ ഫണ്ട് അല്ലെ. നമുക്ക് കുറെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചേഞ്ചസും എന്തുവാണ് അഡ്വൈസസും എല്ലാം ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? നമ്മുടെ ഗവർണറാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സ്റ്റാർട്ട് ചെയ്തു, അതിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മെയിൻ ആയിട്ട് ഗവർണറിന്റെ കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ, ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാറ്റുന്നത്, അതുപോലെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട്, ഫിനാൻഷ്യൽ പവർ ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും മാത്രമാണ്, അത്ര അല്ല ഉള്ളത് അല്ലെ. ഇനി ഇപ്പൊ നമ്മൾ സാധാരണ എന്താ എക്സിക്യൂട്ടീവ് പവർ, ലെജിസ്ലേറ്റീവ് പവർ, ഫിനാൻഷ്യൽ പവർ പറഞ്ഞാൽ സാധാരണ നമുക്ക് ഏതാ പറയാറുള്ളത്? ജുഡീഷ്യൽ പവർ അല്ലെ. ജുഡീഷ്യൽ പവർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എങ്ങനെയായാലും നമ്മുടെ കോടതി കാര്യങ്ങൾ എന്നല്ലേ വരുന്നത് ജുഡീഷ്യൽ എന്ന് പറയുമ്പോൾ. അപ്പോ ഇവിടെ ജുഡീഷ്യൽ പവർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് കൺസൾട്ടഡ് ബൈ ദ പ്രസിഡന്റ് വൈൽ അപ്പോയിന്റിംഗ് ദ ജഡ്ജസ് ഓഫ് കൺസേൺ സ്റ്റേറ്റ് ഹൈക്കോർട്ട് അല്ലെ. നമുക്ക് ഈ ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്റ്റേറ്റിലെ അതോറിറ്റിയാണ് അല്ലെ. അപ്പൊ ആ സ്റ്റേറ്റിലെ ഹൈക്കോർട്ടിലേക്കുള്ള ജഡ്ജസിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പ്രസിഡന്റ് കൺസൾട്ട് ചെയ്യുന്ന ആരുമായിട്ടായിരിക്കും? ഗവർണറുമായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള പോസ്റ്റിങ്ങും പ്രൊമോഷൻസും അങ്ങനത്തെ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഗവർണറിനെ പറയുന്നത്. പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസും ക്വാളിഫിക്കേഷൻസും റിമൂവലും എല്ലാമാണ് നമ്മൾ ഗവർണറിനെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ദ ചീഫ് മിനിസ്റ്റർ അല്ലെ. ചീഫ് മിനിസ്റ്റർ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്ററിനെ പറ്റി പറഞ്ഞ് നമുക്ക് തന്നെ പല കാര്യങ്ങളും അറിയാം അല്ലെ. Each state has a council of ministers to aid and advise the governor in the exercise of his function. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ഗവർണറാണ്. ഗവർണറിനെ സഹായിക്കാനാണ് എന്നുള്ള രീതിയിലാണ് ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉള്ളത് അല്ലെ. അപ്പോ ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് ആണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ. എങ്ങനെയാണ്? ചീഫ് മിനിസ്റ്റർ ഇസ് ദ ഹെഡ് ഓഫ് ഗവൺമെന്റ് ഇൻ ദ സ്റ്റേറ്റ്. Council of Minister with the Chief Minister as its head exercise the real authority at the state level. അപ്പൊ സ്റ്റേറ്റ് ലെവലില് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അതിന്റെ ഹെഡ് ആയിട്ട് ചീഫ് മിനിസ്റ്ററോടെയാണ് മെയിൻ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലെ. ഇനി ചീഫ് മിനിസ്റ്ററിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ഹെഡ് ആണ്. പിന്നെ എന്ത് പറയാൻ പറ്റും? ഹി ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു ദ പ്രൈം മിനിസ്റ്റർ അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററിന്റെ പോലെ തന്നെയാണ് ഓരോ സ്റ്റേറ്റ്സിലെയും ചീഫ് മിനിസ്റ്റർ. അതിന്റെ മെയിൻ റോള് അല്ലെ, മെയിൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ചെയ്യുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ. അപ്പൊ നമുക്ക് ഇതിനെ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് പറയാം. ഇത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, അതിനെ എലാബറേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തിയറി സബ്ജക്റ്റ് ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ്, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് ഇത് തന്നെയാണ്, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതുക. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി എലാബറേറ്റ് ചെയ്ത് വെക്കുന്നതിൽ മെയിൻ ആയിട്ട് പോയിന്റ്സ് എഴുതി അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തിയറി പേപ്പർ ആണ്. ഓക്കെ, ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, റിയൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ. പിന്നെ മിനിസ്റ്റേഴ്സിനെ എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? ഗവർണർ. പക്ഷെ ഗവർണറിനെ അഡ്വൈസ് ചെയ്യുന്നത് ആരാ? ചീഫ് മിനിസ്റ്റർ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസിഡന്റ് ആണ് എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നെങ്കിലും അവിടെ ആരുടെ അഡ്വൈസ് വഴിയായിരുന്നു? പ്രൈം മിനിസ്റ്ററിന്റെ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ ഇവിടെയും മിനിസ്റ്റേഴ്സിനെ എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണർ ആണ്, ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. ഓക്കെ, ഇനി ചീഫ് മിനിസ്റ്റർ പ്രിസൈഡ്സ് ഓവർ ദ ക്യാബിനറ്റ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ എന്ത് ഫംഗ്ഷൻ, മിനിസ്ട്രീസിന്റെ ഫംഗ്ഷനിങ്ങിലെല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. ഓക്കെ, ദി ചീഫ് മിനിസ്റ്റർ പ്ലേസ് എ കീ റോൾ ഇൻ ഫ്രെയിമിംഗ് ദ ലോസ് ആൻഡ് പോളിസീസ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലോസ് പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്ന മെയിൻ ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. അതുപോലെ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ദാറ്റ് ചീഫ് മിനിസ്റ്റർ ഷാൾ കമ്മ്യൂണിക്കേറ്റ് ടു ദ ഗവർണർ all decision of the council of minister relating to the administration and affairs of the state
ആൻഡ് പ്രപ്പോസൽ ഓഫ് ദ ലെജിസ്ലേഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാബിനറ്റിലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയും ഗവർണറിന്റെ ഇടയ്ക്ക് ഒരു ഹെഡായിട്ടാണ്, ലീഡായിട്ടാണ് നമ്മുടെ ചീഫ് മിനിസ്റ്ററിനെ പറയുന്നത് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷനിലെ എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡിസൈഡ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ ഡിസിഷൻസ് ഉണ്ടെങ്കിൽ അത് ഗവർണറുമായിട്ട് തീരുമാനിക്കുന്ന ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. പിന്നെ he furnishes such information relating to the administration of the state and proposal to the governor may call for. അപ്പൊ ഗവർണറിന് ലെജിസ്ലേഷൻ ആയിട്ടുള്ള എന്ത് അഫയേഴ്സിലും സ്റ്റേറ്റിന്റെ പ്രപ്പോസൽസും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്ന ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. ഇഫ് ദ ഗവർണർ സോ റിക്വയർസ്, ചീഫ് മിനിസ്റ്റർ സബ്മിറ്റ്സ് ഫോർ കൺസിഡറേഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്ട്രി എനി മാറ്റർ ഓൺ വിച്ച് എ ഡിസിഷൻ ഇസ് മെയ്ഡ്. ഓക്കെ, അതായത് ഗവർണർ പറയുവാണെങ്കിൽ എന്ത് രീതിയിലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തീരുമാനിച്ച എന്ത് കാര്യത്തിലും അതിന്റെ റീകൺസിഡർ ചെയ്യാനും എല്ലാം ആർക്ക് പറ്റും? ആരാ ചെയ്യുന്നത്? നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മളിവിടെ പറയുന്നത് മെയിൻ ആയിട്ട് ചീഫ് മിനിസ്റ്ററിന്റെ കാര്യങ്ങളാണ് അല്ലെ. ഇത് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമുക്ക് കുറെ എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് തന്നെയാണ് അല്ലെ. നമുക്ക് എന്താ ബില്ല് അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം, ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തുന്നതിന്റെ കാര്യങ്ങൾ പറയാം, അതുപോലെ റിയൽ ഹെഡ് ആണെന്ന് പറയാം. പിന്നെ ചീഫ് മിനിസ്റ്റർ ആണ് ഗവർണറുമായിട്ട് നമ്മുടെ എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറയുന്ന എന്തെങ്കിലും ഡിസിഷൻസ് അതെല്ലാം ഗവർണറുമായിട്ടുള്ള ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു. ഏതായിരുന്നു? ചീഫ് മിനിസ്റ്റർ എന്തായിട്ടാണ് ഈസ് ദ സോൾ ലിങ്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്യാബിനറ്റ് ആൻഡ് ഗവർണർ. ക്യാബിനറ്റിന്റെയും ഗവർണറിന്റെയും ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ചീഫ് മിനിസ്റ്ററിന്റെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഇല്ലല്ലോ അല്ലെ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലാസ് ഒന്നുകൂടെ കേൾക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം അല്ലെ. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ ഗവർണർ ഉണ്ട്, ചീഫ് മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റും ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ സ്റ്റേറ്റ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീഫ് മിനിസ്റ്ററിന്റെ അഡ്വൈസ് വഴി അല്ലെ. ചീഫ് മിനിസ്റ്റർ അഡ്വൈസ് ചെയ്യുന്ന അനുസരിച്ച് ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്ന കുറെ മിനിസ്റ്റേഴ്സ് ആണ് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് ദ ചീഫ് മിനിസ്റ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ ആൻഡ് ദ പേഴ്സൺ ഹു commands the majority support in the state legislative executive is appointed as the chief minister by the governor. നമ്മുടെ എലക്ഷൻ ഉണ്ട് അല്ലെ. എലക്ഷന്റെ സമയത്ത് ഏറ്റവും മെജോറിറ്റി സപ്പോർട്ട് ഉള്ള ആൾക്കാരിൽ നിന്ന് അവരിൽ മെയിൻ ആയിട്ടുള്ള ആളിനെയാണ് നമ്മൾ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ബൈ ദ ഗവർണർ. അതർ മിനിസ്റ്റേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ. അതർ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണർ. പക്ഷേ ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. ഓക്കെ, ആൻഡ് ദ മിനിസ്റ്റർ ഇൻക്ലൂഡ് ഇൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ must belong to either house of the state legislature അല്ലെ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ either ഹൗസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ മെമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ the person who is not a member of the state legislature may be appointed as a minister. Okay, but he or she ceases to hold the office if he or she is not elected to the state legislature within 6 months of his appointment. നമുക്ക് ഇവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഏതർ ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. ഇനി അഥവാ ഇല്ലെങ്കിലും നമ്മളൊരു കാലാവധി കൊടുക്കും, 6 മാസത്തിനുള്ളിൽ അവിടെ സെലക്ട് ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഒരു കാലാവധി കൊടുത്തിട്ടാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? നമ്മുടെ ഗവർണർ പറഞ്ഞു, ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറഞ്ഞു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഈ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് മുൻപ് പഠിപ്പിച്ച കുറച്ച് ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാം. മുൻപത്തെ ഒരു ക്ലാസ്സിൽ ഞാനൊരു ഇത് പറഞ്ഞിരുന്നു, അറ്റോർണി ജനറൽ. അത് ഓർക്കുന്നുണ്ടോ? അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു? നമുക്ക് നമ്മുടെ സ്റ്റേറ്റിലല്ല നമ്മുടെ സെൻട്രലിലുള്ള എല്ലാ ലീഗൽ കാര്യങ്ങളും നോക്കുന്നത് അല്ലെ. എന്ത് അഡ്വൈസ് ലീഗൽ ആയിട്ടുള്ള അഡ്വൈസസ് ഒക്കെ ചെയ്യുന്നത് ആരായിരുന്നു എന്നാ പറഞ്ഞത്? അറ്റോർണി ജനറൽ ആന്ന് പറഞ്ഞു അല്ലെ. ആ ആർട്ടിക്കിൾ 76 വഴിയായിരുന്നു ആ അറ്റോർണി ജനറലിന്റെ സെയിം പോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ. ഇപ്പം ലാസ്റ്റ് ക്ലാസ് കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും എന്തൊക്കെയായിരിക്കും അവിടെ ചെയ്യുന്നത്. ഓക്കെ, അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ ഇന്ത്യയിൽ ഒരാളായിരിക്കും. അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ ആയിട്ടുള്ള യൂണിയൻ ഗവൺമെന്റ് എന്ത് കാര്യങ്ങളും വരുവാണെങ്കിൽ നമ്മൾ അഡ്വൈസ് സീക്ക് ചെയ്യുന്നത് അറ്റോർണി ജനറലിൽ നിന്നാണ്. അതേ പോസ്റ്റ് ഫോർ ഈച്ച് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ്.
അപ്പം നമുക്ക് എന്ത് പറയാം? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 165 നമുക്ക് എന്ത് പറയുന്നത്? അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞത്. ഹി ഈസ് ദ ഹൈയസ്റ്റ് ലോ ഓഫീസർ ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ നമ്മൾ അവിടെ പറഞ്ഞു അല്ലെ, ഹി ഈസ് ദ ഹൈയസ്റ്റ് ലോ ഓഫീസർ ഇൻ എന്താണ് പറഞ്ഞത്, ഇൻ ദ കൺട്രി എന്നുള്ളത് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്നത് എന്താ? ഇൻ ദ സ്റ്റേറ്റ്. അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരുന്നു? ഗവർണർ ആണ് അല്ലെ. ഹി മസ്റ്റ് ബി എ പേഴ്സൺ ഹു ഈസ് ക്വാളിഫൈഡ് ടു ബി അപ്പോയിന്റഡ് എ ജഡ്ജ് ഓഫ് എ ഹൈ കോർട്ട്. ഇൻ അതർ വേർഡ്സ്, he must be a citizen of India and must have held a judicial office for 10 years or been an advocate of a high court for 10 years. അപ്പൊ ഇതാണ് ക്വാളിഫിക്കേഷൻ അല്ലെ. നമുക്കറിയാം ഫസ്റ്റ് വൺ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസിൽ 10 years ആയിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അഡ്വക്കേറ്റ് ആയിട്ട് ഹൈക്കോർട്ടിൽ 10 years ആയിരിക്കണം. ഇങ്ങനെ ഒരു ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ് ആക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് ടേം ഓഫ് ഓഫീസ് എത്ര നാളത്തേക്കാണ് ഒരു അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയാൻ പറ്റില്ല. ടേം ഓഫ് ദ ഓഫീസ് ഓഫ് ദ അഡ്വക്കേറ്റ് ജനറൽ ഇസ് നോട്ട് ഫിക്സഡ്. അത് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ്? എപ്പോ വരെ നമുക്ക് നിൽക്കാം? ഹി ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദി ഗവർണർ. ദിസ് മീൻസ് ദാറ്റ് ഹി മേ ബി റിമൂവ്ഡ് ബൈ ദ ഗവർണർ അറ്റ് എനി ടൈം അല്ലെ. ഗവർണർ പറയുന്നത് വരെ ഒരാൾക്ക് തന്നെ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് നിൽക്കാൻ പറ്റും. പക്ഷേ ഗവർണറിന് അപ്പൊ അതിൻ്റെ അകത്ത് എന്താ ഒരു പ്രശ്നമുണ്ട് അല്ലെ. ഗവർണറിന് എപ്പോ വേണമെങ്കിലും പുള്ളിനെ നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം. ക്ലിയർ ആയോ? അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർട്ടിക്കിൾ 165 അല്ലെ. അപ്പൊ നമുക്ക് ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ ദി സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണർ ആണ് അല്ലെ. പിന്നെ എന്താണ്? ഹി മസ്റ്റ് ബി എ പേഴ്സൺ ഹു ഈസ് ക്വാളിഫൈഡ് ടു ബി അപ്പോയിന്റഡ് എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. അതുപോലെ തന്നെ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. ജുഡീഷ്യൽ ഓഫീസ് ഫോർ 10 years അല്ലെ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഓഫ് ഹൈക്കോർട്ട് ഫോർ 10 years. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത്. പിന്നെ എത്ര നാള് ടെന്യൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഗവർണർ ഓക്കെ പറയുന്നത് അനുസരിച്ച് നമുക്ക് മാറ്റാനും നിൽക്കാനും പറ്റും. ക്ലിയർ ആണോ? പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിന്റെ ഡ്യൂട്ടീസിനെ പറ്റി പറഞ്ഞു. എന്തൊക്കെ അഡ്വക്കേറ്റ് ജനറൽ ഡ്യൂട്ടീസ്? അറ്റോർണി ജനറൽ പഠിച്ചവർക്കും അത് ഓർമ്മയുള്ളവർക്കും ഇതേ ഡ്യൂട്ടീസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. To give advice to the government of the state upon such legal matters which are referred to him by the governor. അവിടെ നമ്മൾ പറഞ്ഞ എന്താ? പ്രസിഡന്റ് റെഫർ ചെയ്യുന്ന എല്ലാ ലീഗൽ കാര്യങ്ങളിലും അഡ്വൈസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്നത് എന്താ? ഗവർണർ. അവിടെ പ്രസിഡന്റ് സ്ഥാനത്ത് നമുക്ക് ഇവിടെ ഗവർണർ എന്ന് പറയാൻ പറ്റും അല്ലെ. To give advice to the government of the state upon such legal matter which are referred to him by the governor. പിന്നെന്താണ്? To perform such other duties of legal character that are assigned to him by the governor. ഗവർണർ അസൈൻ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ലീഗൽ മാറ്റേഴ്സും അതിൻ്റെ അകത്ത് പെർഫോം ചെയ്യാൻ പറ്റും. To discharge the function conferred on him by the constitution or any other law. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏത് തരത്തിലുള്ള നിയമങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ്. പിന്നെ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അല്ലെ, യൂണിയൻ ഗവൺമെന്റിന്റെ ഇതനുസരിച്ചുള്ള എന്ത് കേസിലും അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ആർക്കായിരുന്നു? അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ദ അഡ്വക്കേറ്റ് ജനറൽ ഈസ് എൻടൈറ്റിൽഡ് ടു അപ്പിയർ ബിഫോർ എനി കോർട്ട് ഓഫ് ലോ വിത്തിൻ ദ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിന്റെ അകത്തുള്ള എന്ത് കാര്യങ്ങൾക്കും എന്ത് പറ്റും? ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും? അഡ്വക്കേറ്റ് ജനറലിന് അപ്പിയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ അകത്ത് ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, അത്രയാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഗവർണറെ പറഞ്ഞു, ഫസ്റ്റ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് പറഞ്ഞു, 4 ഫങ്ഷൻസ് ആണുള്ളത്. ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, അതിന്റെ ഫങ്ഷൻസ് പറഞ്ഞു, ഡ്യൂട്ടീസ് പറഞ്ഞു. അതുപോലെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ലാസ്റ്റ് വൺ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അല്ലാത്തവരെ ജസ്റ്റ് ഒന്നുകൂടെ ക്ലാസ് കേട്ടു നോക്കുക. അതുപോലെ തന്നെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മളിപ്പോ 8ാമത്തെ ക്ലാസ് എടുക്കുന്നത്. ഇതിനു മുമ്പുള്ള 7 ക്ലാസ്സും കണ്ടിന്യൂ ചെയ്ത് കാണുമ്പോൾ ഇത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, കാരണം ഞാനിവിടെ കുറെ റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം അത് ലാസ്റ്റ് ക്ലാസ് കണ്ടവർക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇനി ബാക്കി ക്ലാസ്സുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അപ്പം താങ്ക് യു.